ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മീഷോയിൽ നിന്ന് മേടിച്ചിട്ടുള്ള കുറച്ച് പ്രോഡക്ട്സിൻ്റെ ഒരു റിവ്യൂ വീഡിയോ ആണ് ചെയ്യുന്നത്. പ്രോഡക്ട്സ് എന്ന് വെച്ചാൽ ഡ്രസ്സാണ് കേട്ടോ ഞാൻ മേടിച്ചിട്ടുള്ളത് മെയിനായിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു റിവ്യൂ വീഡിയോ, അതിൻ്റെ കൂടെ നിങ്ങളെ ഞാൻ വാങ്ങിച്ച ഡ്രസ്സും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. എല്ലാം തന്നെ കാഷ്വലായിട്ട് വെയർ ചെയ്യാൻ പറ്റിയ ഡ്രസ്സാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. കൂടുതലും കുർത്തി സെറ്റ് തന്നെയാണ് കേട്ടോ മേടിച്ചിട്ടുള്ളത്. കുർത്തി സെറ്റാണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയട്ടെ. നിങ്ങൾ മീഷോയിൽ, ഫ്ലിപ്കാർട്ടിൽ, ഓൺലൈനിൽ ഏതൊരു സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യുകയാണെങ്കിലും കൂടുതലായിട്ടും ക്യാഷ് ഓൺ ഡെലിവറി കൊടുക്കാൻ വേണ്ടി ട്രൈ ചെയ്യാം കേട്ടോ. കാരണം റീസെൻ്റ്ലി എനിക്കൊരു വലിയ പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ ക്യാഷ് ഓൺ ഡെലിവറി അല്ല കൊടുക്കുന്നതെങ്കിൽ, നമ്മൾ ഓൺലൈനായിട്ട് പേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവർ നമ്മളെ വിളിക്കുകയോ ചോദിക്കുകയോ ഒന്നും ചെയ്യില്ല കേട്ടോ. എൻ്റെ ഡ്രസ്സ് വേറൊരു അഡ്രസ്സിലേക്ക് പോയി എന്നാണ് എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ. പക്ഷേ അത് അവരെ കസ്റ്റമർ സർവീസിനെ റീച്ച് ചെയ്തപ്പോഴൊന്നും തന്നെ എനിക്ക് റെസ്പോൺസും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളിപ്പം ക്യാഷ് ഓൺ ഡെലിവറിയാണ് കൊടുക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് അവർ നമ്മളെ വിളിക്കും. അതായത് നിങ്ങൾ ക്യാഷ് റെഡിയാക്കി വെച്ചോളൂ എന്ന് പറഞ്ഞ് നമ്മളെ അറ്റ്ലീസ്റ്റ് വിളിക്കുകയും ചെയ്യും. പക്ഷേ അല്ല, നമ്മൾ ഓൺലൈൻ പേ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നമ്മളെ വിളിക്കേണ്ട ആവശ്യം പോലും ഇല്ല. അവർക്ക് എവിടെയാണോ സാധനം എത്തിക്കാൻ പറ്റുന്ന അവിടെ അവരെത്തിച്ചിട്ട് അവർ ഒന്ന് നമ്മുടെ അടുത്ത് ചോദിക്കാണ്ട് പോകട്ടോ. സോ അങ്ങനത്തെ ഒരു പണി എനിക്ക് കിട്ടിയത് കൊണ്ട് നിങ്ങളും കൂടി അവെയർ ആയിട്ടിരിക്കുക. നിങ്ങൾ ക്യാഷ് ഓൺ ഡെലിവറി കൊടുക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക കേട്ടോ. പിന്നെ അത് മാത്രമല്ല, നമ്മൾ എത്ര അവരുടെ കസ്റ്റമർ സർവീസിനെ റീച്ച് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്താലും ഒരു രക്ഷയില്ല, ഒരു റെസ്പോൺസ് നമുക്ക് കിട്ടാനും പോണില്ല. അപ്പോൾ നമുക്ക് നേരെ നമ്മൾ വീഡിയോയിലേക്ക് പോവാം കേട്ടോ. ഫസ്റ്റ് ആയിട്ട് ഞാൻ മേടിച്ചിട്ടുള്ളത് ഈ കാണുന്ന വൈറ്റ് കളറിലുള്ളൊരു കുർത്തി സെറ്റാണ് കേട്ടോ. ഇത് വന്നിട്ട് വളരെ കാഷ്വൽ ആയിട്ടുള്ളൊരു കുർത്തി സെറ്റാണ്. പക്ഷേ ഇത് ഭയങ്കര ഭംഗിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഞാൻ ഓൺലൈനിൽ ഇത് കണ്ടപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചിരുന്നത് അത്ര രസം ഉണ്ടാവില്ല, അതിൻ്റെ ക്ലോത്ത് അത്ര നന്നാവില്ല എന്ന് വിചാരിച്ചാണ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇത് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒരു വൈറ്റ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇതിന് പാൻസും ഉണ്ട്, അതേപോലെ തന്നെ ടോപ്പും ഉണ്ട്. ഒരു കോട്ടൺ മെറ്റീരിയൽ എന്ന് പറയാൻ പറ്റില്ല, ഒരു സെമി കോട്ടൺ മെറ്റീരിയലാണ് കേട്ടോ. ഇടുമ്പോഴത്തേക്കും നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ക്ലോത്താണ്. പക്ഷേ നിങ്ങൾ ഓൺലൈനിൽ നിന്ന് മേടിക്കുമ്പോഴത്തേക്കും ഒരു സൈസ് ലാർജർ മേടിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക. അതായത് നിങ്ങളെ സൈസ് ഇപ്പം എല്ലാണെന്നുണ്ടെങ്കിൽ XXL വാങ്ങിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക. വെള്ളത്തിലിടുമ്പോഴത്തേക്കും ജസ്റ്റ് ചിലപ്പോൾ ഇത് ചുരുങ്ങി പോകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. പ്രത്യേകിച്ചും ഈ മിക്സ്ഡ് കോട്ടൺ മെറ്റീരിയൽസിലൊക്കെ അങ്ങനത്തെ പ്രശ്നം ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു സൈസ് ബിഗർ മേടിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക. വേണമെങ്കിൽ നിങ്ങൾക്ക് ഓൾട്ടർ ചെയ്താൽ മതിയല്ലോ. പിന്നെ അതേപോലെ തന്നെ നമ്മളെ സ്ലിറ്റ് എപ്പോഴും താഴ്ന്നിട്ടായിരിക്കും ഉണ്ടാവുക ഇങ്ങനത്തെ ഡ്രസ്സിൻ്റെ. അതായത് നമ്മൾ ഓൺലൈനിൽ മേടിക്കുന്ന ഡ്രസ്സിൻ്റെ സ്ലിറ്റ് എപ്പോഴും താഴ്ന്നിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് സ്ലിറ്റ് കുറച്ചൊന്ന് മുകളിലേക്ക് ആക്കണം എന്നുണ്ടെങ്കിലും നിങ്ങൾ ഒരു സൈസ് ലാർജർ മേടിച്ചാൽ മാത്രമേ നിങ്ങൾക്കത് പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളൊരു സൈസ് ലാർജർ മേടിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക. അപ്പോൾ എന്തായാലും ഈ ടോപ്പിൻ്റെ വില വരുന്നത് ഓൾമോസ്റ്റ് 400 ബിലോ ആണ്. ഞാൻ കറക്റ്റ് പ്രൈസ് താഴ്ത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ ആ ഒരു പ്രൈസിന് ഇത് അടിപൊളി വർത്ത് ആയിട്ടുള്ള ഡ്രസ്സാണ് കേട്ടോ. നിങ്ങൾക്കിപ്പം എവിടേക്കെങ്കിലും ഒരു ചെറിയ പാർട്ടിക്ക് കിട്ടുപോകാൻ പറ്റിയ പോലത്തെ ഡ്രസ്സാണ് സത്യത്തിൽ. നിങ്ങൾ നല്ല ആക്സസറീസൊക്കെ വെച്ച് പെയർ ചെയ്യുകയാണെങ്കിൽ പാർട്ടിക്ക് വരെ ഇട്ട് പോകാൻ പറ്റിയ ടൈപ്പിലുള്ളൊരു ഡ്രസ്സാണ് കേട്ടോ. ഫസ്റ്റത്തെ ഡ്രസ്സ്. ഇതിൻ്റെ കളർ കോമ്പിനേഷനും എടുത്ത് പറയണം, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. ഒരുപാട് പേരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള കളറാണ്. പക്ഷേ ഈ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് നമ്മൾ കുറച്ചും കൂടി ഒരു ബൾക്കി ആയ പോലെ ഈ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ ഫീൽ ചെയ്യും. കാരണം വൈറ്റ് ഡ്രസ്സിന് പൊതുവേ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. വൈറ്റ് ഡ്രസ്സ് എപ്പോഴും നമ്മൾ കുറച്ചും കൂടി ബൾക്കി ആയിട്ട് ഫീൽ ചെയ്യിപ്പിക്കും. ബ്ലാക്ക് ഡ്രസ്സാണെങ്കിൽ നമ്മൾ കുറച്ചും കൂടി സ്ലിം ആയിട്ടുള്ള പോലെ ഫീൽ ചെയ്യും. അപ്പോൾ എനിക്ക് ആ ഒരു നെഗറ്റീവ് സംഭവം ഈ ഒരു ഡ്രസ്സ് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് മാറ്റി നിർത്തിയാൽ ക്വാളിറ്റി വൈസും പ്രൈസ് വൈസും വർത്ത് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. നെക്സ്റ്റത്തെ ഡ്രസ്സ് വന്നിട്ട് എൻ്റെ സെക്കൻഡ് പർച്ചേസ് എന്ന് പറയുന്നത് ഈ കാണുന്നൊരു കുർത്തി സെറ്റാണ് കേട്ടോ. ഇത് വന്നിട്ട് ഒരു മിക്സഡ് കളർ ഉള്ളൊരു കുർത്തി സെറ്റാണ്. ഇത് ഭയങ്കര സുഖമാണ് നമുക്കിടാൻ വേണ്ടിയിട്ട്. ഇത് വന്നിട്ട് റയോൺ മെറ്റീരിയലാണ് എന്നാണ് കേട്ടോ തോന്നുന്നത്. ഇത് വന്നിട്ട് റയോൺ മെറ്റീരിയൽ, അതുകൊണ്ട് തന്നെ ഭയങ്കര നമ്മളെ ബോഡിനോട് ഭയങ്കര ചേർന്ന് നിൽക്കുന്ന പോലത്തെ ഒരു ഫാബ്രിക്കാണ്. ഭയങ്കര കംഫർട്ടബിളാണ് നമുക്ക് ഇട്ട് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതൊരു പാർട്ടി വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അതിൻ്റെ ഒരു കളർ കോമ്പിനേഷനൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു, നമ്മൾ ശരിക്കും ഒരു പച്ചക്കറി മാർക്കറ്റിലേക്ക് നോക്കുന്ന പോലത്തെ ഒരു ഫീൽ കിട്ടും. അത്രയൊരു മിക്സഡ് കളർ ഉള്ളൊരു കോമ്പിനേഷനാണ് വന്നിട്ടുള്ളത്. ഞാൻ എടുത്തിട്ടുള്ള സൈസ് വന്നിട്ട് ലാർജ് സൈസാണ്. ഈ ക്ലോത്ത് അങ്ങനെ ചുരുങ്ങിപ്പോകാനുള്ള ചാൻസസ് വളരെ കുറവാണ് കേട്ടോ. കാരണം എനിക്ക് തോന്നുന്നു ഈ ക്ലോത്ത് അങ്ങനെ വെള്ളം നനച്ചാൽ ചുരുങ്ങി പോയില്ല എന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ കളറൊന്നും ഫെയ്ഡ് ആവുന്നേ ഇല്ല. ഞാൻ ഒരു പ്രാവശ്യം ഇട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ. അതാകുമ്പോൾ എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറ്റുമല്ലോ. അപ്പോൾ ഞാൻ വാഷ് ചെയ്തു, അതേപോലെ തന്നെ ഞാൻ ഒരു പ്രാവശ്യം ഇട്ടു, എന്നിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊട്ടും തന്നെ അങ്ങനെ ചുരുങ്ങിപ്പോവോ കളർ പോകുന്ന ആയിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. ഇതിൻ്റെ കൂടെ നമുക്ക് പാൻസും വരുന്നുണ്ട്. 3/4 സ്ലീവാണ് വരുന്നത്.
പിന്നെ നേരത്തെ പറഞ്ഞ പോലെ സ്ലിറ്റിൻ്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. സ്ലിറ്റ് കുറച്ച് താഴ്ന്നിട്ടാണുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കട്ട് ചെയ്തിട്ട് മുകളിലേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാവുന്നതാണ് കേട്ടോ സ്ലിറ്റ്. പിന്നെ ഇതിൻ്റെ നെക്ക് വന്നിട്ട് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെക്കാണ്. നമുക്കിങ്ങനെ ഇറുകി കിടക്കാത്ത പോലത്തെ നെക്കാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഭയങ്കര കംഫർട്ടബിളാണ് നമുക്ക് ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. ഇതാണ് അപ്പം എൻ്റെ സെക്കൻഡ് കുർത്തി എന്ന് പറയും. നമ്മളെ തേർഡ് കുർത്തി എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കുർത്തി സെറ്റാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. ഇതാണ് നമ്മളെ കുർത്തി സെറ്റ് വന്നിട്ട് ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലൂ കളറാണ് കേട്ടോ വന്നിട്ടുള്ളത്. ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത്. വൈറ്റ് കുട്ടി കുട്ടി ത്രെഡ് വെച്ചിട്ട് ഫ്ലവേഴ്സൊക്കെ കൊടുത്തിട്ട് ഭയങ്കര ഭംഗിയുള്ളൊരു കുർത്തി സെറ്റാണ്. ഇത് വന്നിട്ട് ആലിയ കട്ടിലാണ് വരുന്നത്. കുട്ടി കുട്ടി ഫ്ലീറ്റ്സാണ് കൊടുത്തത്. അപ്പോൾ നമുക്ക് കുറച്ചൊരു തടിയുള്ള ആൾക്കാർ, അതേപോലെ ടമ്മി ഫാറ്റൊക്കെ ഉള്ള ആൾക്കാർക്ക് നന്നായിട്ട് യോജിച്ചു പോകുന്ന പോലത്തെ ഡ്രസ്സാണ്. എനിക്ക് കുറച്ചും കൂടി ഇപ്പം ഇഷ്ടം ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ഡ്രസ്സ്, അതായത് ആലിയ കട്ട് ഡ്രസ്സ്, അതേപോലെ നമുക്ക് കുട്ടി കുട്ടി ചുരുക്കുകളുള്ള ഡ്രസ്സ് ആകുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചും കൂടി കംഫർട്ടബിളാണ് ഇടാൻ വേണ്ടിയിട്ട്. നമുക്ക് ഭയങ്കര ഒരു കാറ്റ് കയറുന്ന പോലെ ഫീൽ ചെയ്യും കേട്ടോ. മറ്റേ പോലത്തെ ഡ്രസ്സ് ആകുമ്പോഴത്തേക്കും നമ്മൾ കുറച്ചും കൂടി കുടുങ്ങി കിടക്കുന്ന പോലെ ഫീൽ ചെയ്യും. ഇതാകുമ്പോഴത്തേക്കും ഭയങ്കര ഫ്രീ ആയിട്ട് നമുക്ക് നടക്കാൻ പറ്റിയ പോലത്തെ ഡ്രസ്സാണ് കേട്ടോ. ഇതിൻ്റെ സ്ലീവ്സ് വരുന്നത് ഫുൾ സ്ലീവാണ് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ചുരി സ്ലീവ്സൊക്കെ ആയിട്ട് വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. എനിക്ക് ഇട്ടപ്പോഴത്തേക്കും കറക്റ്റായിട്ടാണ് ഫീൽ ചെയ്തത്. പക്ഷേ ഞാൻ ആ ഫോട്ടോയിൽ കണ്ടപ്പോഴത്തേക്കും ചുരി സ്ലീവ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ. പക്ഷെ എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല കംഫർട്ടബിളാണ് ഇടാൻ വേണ്ടിയിട്ട്. സെയിം കളറിലുള്ള പാൻസും കൂടിയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ പാൻസിന് വരുന്നത് എലാസ്റ്റിക് ആണ്. ഒരു നോർമൽ ആയിട്ടുള്ള സ്ട്രെയിറ്റ് കട്ട് പാൻസ് ആണ് വരുന്നത്. എന്തുകൊണ്ടും നമുക്ക് എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ ഇടാൻ പറ്റിയ പോലത്തെയാണ്. ഇതും പാർട്ടി വെയർ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നല്ല ആക്സറീസ് ഒക്കെ വെച്ച് പെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു അടിപൊളി പാർട്ടി വെയർ ആയിട്ട് നിങ്ങൾക്ക് ഇതിനെ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ആക്ച്വലി ഞാൻ മേടിച്ചത് തന്നെ വേറൊരാൾ ഇട്ട് കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടാണ് കേട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെപ്പറ്റി പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും കുറ്റം പറയാൻ എനിക്കില്ല. പിന്നെ ഫാബ്രിക് വരുന്നത് റയോൺ ഫാബ്രിക്കാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര കംഫർട്ടബിളാണ് ഇടാൻ വേണ്ടിയിട്ട്. ഞാൻ കുറച്ചും കൂടി എപ്പോഴും എൻ്റെ ഡ്രസ്സ് ചൂസ് ചെയ്യുമ്പോഴത്തേക്കും പ്രിഫർ ചെയ്യുന്ന ഫാബ്രിക് വന്നിട്ട് റയോൺ ഫാബ്രിക്കാണ്. അതാകുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര കംഫർട്ടബിളാണ്. കോട്ടനെക്കാട്ടിലും ശരിക്കും പറഞ്ഞാൽ കംഫർട്ടബിളാണ് റയോൺ ഫാബ്രിക് ഇടാൻ വേണ്ടിയിട്ട്. അത് മാത്രമല്ല റയോൺ ഫാബ്രിക് എപ്പോഴും അതേപോലെ തന്നെ എത്ര വാഷ് കഴിഞ്ഞാലും അതേപോലെ തന്നെ ഇരിക്കും കേട്ടോ. കോട്ടൺ ഫാബ്രിക് ആകുമ്പോഴത്തേക്കും ചില സമയത്ത് അതിൽ ചെറിയ ചെറിയ പിന്നലൊക്കെ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. പക്ഷേ മറ്റേ ഫാബ്രിക്കിൽ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും വരില്ല. ഇതുവരെ യൂസ് ചെയ്തപ്പോഴത്തേക്കും ഒരു പ്രശ്നങ്ങളും അങ്ങനെ വന്നിട്ടില്ല കേട്ടോ. നെക്സ്റ്റ് ഡ്രസ്സ് വന്നിട്ട് ഈ കാണുന്ന പർപ്പിൾ കളറിലുള്ളൊരു ഫ്രോക്കാണ്. ഫ്രോക്ക് വിത്ത് ഒരു ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത്. ഇതൊരു ഫുൾ ഫ്രോക്കായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റൈൽ ചെയ്യാം. അല്ല നിങ്ങൾക്കൊരു ദുപ്പട്ട വെച്ചിട്ട് വേണമെങ്കിലും പെയർ ചെയ്യാം കേട്ടോ. ഇത് ഞാൻ ആക്ച്വലി എനിക്കൊരു ഫംഗ്ഷന് വേണ്ടിയിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അത്രയും അടിപൊളി ക്വാളിറ്റിയിലുള്ള ക്ലോത്താണ് കേട്ടോ ഇതും അതേപോലെ തന്നെ ഒരു റയോൺ ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ പുറത്തായിട്ട് വരുന്നത് ഒരു നെറ്റ് ടൈപ്പ് ഓഫ് ഫാബ്രിക്കാണ്. ഇത് നല്ല കംഫർട്ടബിളാണ് നമുക്ക് ഇടാൻ വേണ്ടി. എനിക്കാണെങ്കിൽ കറക്റ്റ് സൈസാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. എൽ സൈസാണ് കേട്ടോ. കറക്റ്റായിരുന്നു. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ബോഡിയിൽ വെച്ച് തുന്നിയ പോലത്തെ ഡ്രസ്സാണ് കേട്ടോ ഇത് വന്നിട്ട്. ഇത് വരുന്ന സ്ലീവ്ലെസ് ആയിട്ട് അതിൻ്റെ നെക്ക് തന്നെ കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര ഭംഗിയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ഡീപ്പായിട്ടുള്ള ഒരു നെക്കാണ് കേട്ടോ. ഭയങ്കര ഒരു വൈഡ് ആൻഡ് ഡീപ്പായിട്ടുള്ളൊരു നെക്കാണ് കേട്ടോ ഇതിന് വരുന്നത്. ഇത് നല്ല നമുക്ക് ജ്വല്ലറീസൊക്കെ വെച്ച് പെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഡ്രസ്സാണ് കേട്ടോ. നിങ്ങൾക്ക് ഫംഗ്ഷനും അതേപോലെ കാഷ്വൽ വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഇതിൻ്റെ ക്ലോത്ത് വന്നിട്ട് ഭയങ്കര സുഖമാണ് പിടിക്കാൻ വേണ്ടിയിട്ട്. നമുക്കിപ്പം എന്താ പറയുക, അത്ര ഹെവി ആയിട്ടുള്ളൊരു ക്ലോത്ത് അല്ല അതിന് വരുന്നത്. ഭയങ്കര ഒരു സിമ്പിളായിട്ടുള്ള ഭയങ്കര ഒരു പ്ലെയിൻ ആയിട്ടുള്ള ക്ലോത്താണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്ര ഹെവി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല കേട്ടോ. ഇതാണ് എൻ്റെ ഫോർത്ത് ഡ്രസ്സ് വന്നിട്ട്. എൻ്റെ ഫൈനൽ ഡ്രസ്സ് വന്നിട്ട് ഈ കാണുന്ന ഡ്രസ്സാണ് കേട്ടോ. ഇത് വന്നിട്ട് ഞാൻ നേരത്തെ കാണിച്ച വൈറ്റിൻ്റെ സിമിലർ ആയിട്ടുള്ളൊരു ഡ്രസ്സാണ്. പക്ഷെ അതിൽ വൈറ്റ് ആൻഡ് ബ്ലാക്ക് ആണ്. ഇതിൽ വന്നിട്ടൊരു ബീജ് ആൻഡ് ബ്ലൂ കളറാണ് എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. പിന്നെ അതിൽ ക്ലോത്തിലും വ്യത്യാസമുണ്ട്. ക്ലോത്ത് വന്നിട്ട് റയോൺ മെറ്റീരിയലാണ് കേട്ടോ ഇത് വരുന്നത്. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ളതാണ്. ഇത് സ്ലീവ്ലെസ്സിലാണ് വരുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ലീവ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അകത്ത് തന്നെ സ്ലീവ് ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അറ്റാച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. എനിക്ക് തോന്നുന്നു 3/4 സ്ലീവാണ് അകത്ത് കൊടുത്തിരിക്കുന്നത്. ഞാൻ പിന്നെ സ്ലീവ്ലെസ് ആണ് ഇടുന്നത്. ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ്. ഇതിൻ്റെ കൂടെ തന്നെ പാൻസ് വരുന്നുണ്ട്. ഇതിന് ചെറിയൊരു ഫ്ലീറ്റ്സ് വരുന്നുണ്ട് ഫ്രണ്ടിലായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ടമ്മി ഫാറ്റൊക്കെ ഉള്ള ആൾക്കാർക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും കേട്ടോ ഇങ്ങനത്തെ ഡ്രസ്സ് ഇടാൻ വേണ്ടിയിട്ട്. ഞാൻ എടുത്തിട്ടുണ്ടായിരുന്ന സൈസ് വന്നിട്ട് എൽ സൈസാണ്. എനിക്ക് എൽ സൈസ് ഇട്ടപ്പോഴത്തേക്കും ഇങ്ങനെയാണ് ഉള്ളത് കേട്ടോ. ഞാൻ ഒട്ടും തന്നെ ഓൾട്രേഷനും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല ഈ ഡ്രസ്സിൽ. ആക്ച്വലി ഒരു കാഷ്വൽ ഡ്രസ്സാണ്. നിങ്ങൾക്ക് ഇപ്പം പുറത്ത് പോകുമ്പോഴൊക്കെ നിങ്ങൾക്ക് ഇട്ട് പോകാൻ പറ്റിയ പോലത്തെ ഡ്രസ്സാണ്. അങ്ങനെ നിങ്ങൾക്കൊരു പാർട്ടിക്കൊന്നും ഇടാൻ പറ്റിയ പോലത്തെ ഡ്രസ്സല്ല. വളരെ കാഷ്വൽ ആയിട്ടുള്ള ഡ്രസ്സാണ്. കോളേജിലൊക്കെ പോകുന്ന കുട്ടികൾക്കൊക്കെ
യൂസ് ചെയ്യാൻ പറ്റിയ പോലത്തെ ഡ്രസ്സാണ് കേട്ടോ. അത്ര അങ്ങനെ ചൂടെടുക്കുക ഒന്നുമില്ല. പിന്നെ അത് മാത്രമല്ല ഈ തുണി ഒട്ടും തന്നെ ചുരുങ്ങിപ്പോണ ടൈപ്പ് തുണിയൊന്നുമല്ല. നിങ്ങൾക്ക് കുറേ കാലം യൂസ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുള്ളതാണ്. പിന്നെ ഇത് പ്രിൻസ് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഒരു ബ്ലൂ പ്രിൻസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള പ്രിൻസാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. എന്തുകൊണ്ടും ഒരു വർത്ത് ബൈയിങ് ആയിട്ടുള്ള പ്രോഡക്റ്റാണ്. അപ്പോൾ ഇത്രയാണ് എൻ്റെ ഈ പ്രാവശ്യത്തെ പർച്ചേസ് എന്ന് പറയുന്നത്. ഓണത്തിൻ്റെ മുന്നേ ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ള കുറച്ച് ഡ്രസ്സസ്സാണ് കേട്ടോ ഇതെല്ലാം തന്നെ എനിക്ക് ഭയങ്കര വർത്തായിട്ടാണ് ഫീൽ ചെയ്തത്. നമ്മളിപ്പോൾ പുറത്ത് പോയിട്ടൊരു ഡ്രസ്സ് മേടിക്കുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾക്കൊരു 800-900 രൂപേൻ്റെ താഴത്ത് അങ്ങനെ കിട്ടാൻ വളരെ ചാൻസ് കുറവാണ്. നല്ല ക്വാളിറ്റിയുള്ള ഡ്രസ്സസൊക്കെ കിട്ടാൻ വളരെ ചാൻസസ് കുറവാണ്. ഈവൻ ഇപ്പോൾ SM സ്ട്രീറ്റിൽ പോലും അതൊന്നും ഇപ്പോൾ കിട്ടുന്നില്ല കേട്ടോ. അപ്പം വളരെ ചാൻസസ് കുറവാണ് അത്രയും വില കുറഞ്ഞിട്ട് നിങ്ങൾക്ക് ഡ്രസ്സ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പം 300-350-400 രൂപയ്ക്കൊക്കെ ഇത്രയും അടിപൊളി കുർത്തി സെറ്റ്, അതായത് പാൻറ്റും ടോപ്പൊക്കെ കിട്ടുകയാണെങ്കിൽ അതായിരിക്കും ബെസ്റ്റ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ കുറേ ആയിട്ട് ഓൺലൈനിലാണ് കൂടുതലും പർച്ചേസ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു അതാണ് കുറച്ചും കൂടി ലാഭം. കുറച്ചും കൂടി ക്വാളിറ്റി ഉള്ള സാധനങ്ങളൊക്കെ നമുക്ക് ചൂസ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് മേടിക്കാനും പറ്റും കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും ഇത് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ താഴത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം. എല്ലാം തന്നെ 500 ബിലോ ആണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. ഒന്നും അതിൻ്റെ എബവ് ഇല്ല കേട്ടോ. ഓൾമോസ്റ്റ് ഞാൻ കാണിച്ചാൽ 3 ടോപ്പ് 350 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ മേടിക്കുമ്പോഴത്തേക്കും. എന്തായാലും ഞാൻ താഴ്ത്ത് കൊടുക്കുക. ചിലപ്പോൾ അതിൻ്റെ റേറ്റ് ഇപ്പം മാറിയിട്ടുണ്ടാവും, കുറച്ചും കൂടി താഴ്ന്നിട്ടുണ്ടാവുമായിരിക്കും, ചിലപ്പം കൂടിയിട്ടുണ്ടാവും. ഞാൻ എന്തായാലും അതിൻ്റെ ലിങ്ക്സൊക്കെ താഴ്ത്ത് കൊടുക്കാം കേട്ടോ. നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.